ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ലഞ്ച് റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുൾ കോഴി പൊരിച്ചതും പിന്നെ മന്തിൻ്റെ ടേസ്റ്റിൽ വരുന്നൊരു റൈസും. മന്തിയാണോ എന്ന് ചോദിച്ചാൽ മന്തിയല്ല, എന്നാൽ ഏകദേശം മന്തിൻ്റെ ടേസ്റ്റിൽ വരുന്നൊരു റൈസാണ് കേട്ടോ. ഈ ചിക്കൻ പൊരിച്ചതാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതാ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് സെല്ലാ ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ടൊന്നുമില്ല, ഒഴിച്ച പാടനെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക്, പിന്നെ 5-6 ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ സാജീരകം, പിന്നെ ഏകദേശം ഒരു 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കുന്ന പോലെ വറ്റിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഊറ്റിക്കളയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ചിക്കനൊന്ന് മസാല തേച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ മുളക് പൊടി, പാപ്രിക്ക പൗഡർ, മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് ചില്ലി, കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളക്, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ തൈര്, അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിലേ പിന്നെ ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതും കുറേയൊന്നും ചേർക്കണ്ട, 1 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി മസാല ഒന്ന് ആദ്യം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനിലോട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് കുറേ നേരമൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലേ നമുക്ക് മന്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ മാത്രം മതി കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കന് നന്നായിട്ട് തന്നെ വരഞ്ഞിട്ട് എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും പിന്നെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ മസാല അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചധികം മസാല ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊന്ന് കടായി ചൂടാക്കാൻ വെക്കാം. അപ്പോൾ അതുവരെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറേ ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഒന്ന് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ മാത്രം. അപ്പോൾ മുങ്ങി പൊരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര മാത്രം എടുക്കുന്നത്. പിന്നെ റൈസിലോട്ട് മാഗി ക്യൂബ് 1-2 ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1-2-3 ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ റൈസ് നമ്മൾ വറ്റിച്ചിട്ടില്ല വെക്കുന്നത്, നെയ്ച്ചോറ് വെക്കുന്ന പോലെ. അപ്പോൾ ഈ ഒരു വെള്ളം വറ്റുന്ന സമയത്ത് മൂടി വെച്ച് കൊടുക്കണേ. അതിന് മുമ്പ് മൂടി വെക്കണം കേട്ടോ. വെള്ളം വറ്റിയാൽ മാത്രം മൂടി വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ എല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. പിന്നെ മൊത്തത്തിലൊന്ന് അടിയോളം ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ആവിയിൽ തന്നെ ബാക്കി വേവാനുള്ളതൊക്കെ വെന്ത് സെറ്റായിക്കോളും. പിന്നെ ചിക്കന് നമ്മൾ കുറേ ഓയിൽ ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു ലെഗിൻ്റെ സൈഡോ പിന്നെ കുറച്ചധികം മീറ്റ് വരുന്ന സൈഡൊക്കെ അതായത് ഇതുപോലെയൊക്കെ ആക്കിയിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ചിക്കനിലോട്ട് അധികം നേരം നമ്മൾ മസാല തേച്ചിട്ട് വെച്ചിട്ടൊന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു കുറവ് ഈ ഒരു ചിക്കനിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുള്ളൊരു ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചിക്കനിലോട്ട് തേച്ച മസാല ബാക്കി ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് തന്നെ ഇട്ട് കൊടുത്തോട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പുരട്ടിയെടുത്താൽ മതി. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ് കേട്ടോ. റൈസ് ആയാലും ചിക്കൻ ആയാലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റൂലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കാം. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.